ലക്ഷ്മി ഗ്രാമപഞ്ചായത്ത് അടപ്പേത്താഴം പാടശേഖരത്തിൻ്റെ സെക്രട്ടറി കൂടിയാണ്. ഇവിടെ ഈ പാടശേഖരത്തിൽ 30 ഏക്കറോളം നെൽകൃഷി ചെയ്തു വരുന്നു. അതിൽ 6 ഏക്കറോളം നെൽകൃഷി ഞാൻ ചെയ്യുന്നുണ്ട്. ഈ പാടശേഖരത്തിൻ്റെ സെക്രട്ടറി എന്ന രീതിയിലും ഒരു കർഷക എന്ന രീതിയിലും എനിക്ക് പറയാനുള്ളത്, ഈ കാലാവസ്ഥയുമായി അനുബന്ധപ്പെട്ടുകൊണ്ട് മുൻകാലഘട്ടങ്ങളിൽ നമുക്ക് ലഭ്യമല്ലാത്ത പല കാര്യങ്ങളും ഇപ്പോൾ വാർത്താ ബുള്ളറ്റിനിലൂടെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. വെള്ളാനിക്കര ഹോർട്ടിക്കൾച്ചറിലെ ശാസ്ത്രജ്ഞന്മാരും ഉദ്യോഗസ്ഥരും ചേർന്ന് ഇത് മൊബൈലിലൂടെ ഒരു കാലാവസ്ഥ ബുള്ളറ്റിൻ നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ എത്തിച്ചു തരുന്നുണ്ട്. അത് മുടക്കം വരാതെ തന്നെ എല്ലാ പ്രാവശ്യവും അവരെപ്പോഴൊക്കെ കാലാവസ്ഥ അനുബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടോ അപ്പോഴെല്ലാം നമ്മളെ കൃത്യമായിട്ട് വിവരങ്ങൾ ലഭ്യമാക്കി തരുന്നുണ്ട്. നെൽകൃഷി കൂടാതെ തന്നെ പച്ചക്കറി കൃഷിയും ഇടവിള കൃഷികളും അതുപോലെ തന്നെ പശുക്കളൊക്കെയുള്ള ഒരു കുടുംബമാണ് എൻ്റേത്. അപ്പോൾ എല്ലാ രീതിയിലും മൃഗങ്ങളുടേതായാലും കൃഷികളുടേതായാലും നല്ല രീതിയിലുള്ള കാലാവസ്ഥകൾ നമുക്ക് അനുബന്ധപ്പെട്ടുകൊണ്ട് അവർ നൽകി വരുന്നുണ്ട്. ഈ സേവനം എല്ലാ കർഷകരിലേക്കും എത്തിക്കുക, എല്ലാ കർഷകരെയും ഇതിൽ ഏഡാക്കുക എന്നുള്ളത് കൂടി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. കാലാവസ്ഥ അനുഷ്ഠിതമായി തന്നെ ഇവിടെ നല്ല രീതിയിൽ കൃഷി ചെയ്യാനും അത് നല്ല വിളവുണ്ടാക്കുവാനും അത് നല്ല ഉൽപ്പാദനശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് നല്ല വിപണനത്തിലെത്തിക്കാനും നമുക്ക് സാധിക്കുക എന്നുള്ളത് കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ശുഭകരമായ ഒരു കാര്യം തന്നെയാണ്. കാലാവസ്ഥ അനുബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന വെള്ളപ്പൊക്കവും കാറ്റുവീഴ്ചയും ഒക്കെ തന്നെ കൃഷിയെ ഒരുപാട് ആക്കുന്നുണ്ട്. മിക്കവാറും കൃഷിയിടങ്ങളൊക്കെ നശിച്ചു പോകുന്ന രീതിയിൽ, വെള്ളം ഇറങ്ങാതെ കണ്ട് കെട്ടിക്കിടന്ന് നെല്ലും വൈക്കോലൊക്കെ നശിച്ചു പോകുന്ന രീതിയിൽ നിന്ന് ഒരുപാട് മാറ്റം കാർഷിക രംഗത്തുണ്ടാക്കാൻ സാധിക്കുന്നത് വലിയൊരു കാര്യമാണെന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. ഇതേപോലെ തന്നെ കീടങ്ങൾ, രോഗങ്ങൾ ഇതെല്ലാം ഈ വെള്ളം നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് കീടരോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതിൽ നിന്നൊക്കെ കൃഷി രക്ഷപ്പെടുക എന്നുള്ളത് കർഷകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശുഭകരമായ ഒരു കാര്യം തന്നെയാണ്. കൃഷി എന്ന സംവിധാനം വിലയും കിട്ടുന്നില്ല, അതുപോലെ തന്നെ വിളവും കിട്ടുന്നില്ല എന്നൊരു രീതി കർഷകന് എന്നും ഒരു ഭീഷണി തന്നെയായിരുന്നു. ഈ കാലാവസ്ഥ മോശമാകുമ്പോൾ വരുന്ന നാശനഷ്ടങ്ങൾ കർഷകനെ എന്നും ബുദ്ധിമുട്ടിലെത്തിച്ചിരുന്നു എന്ന് തന്നെ പറയാം. കർഷകർക്ക് കൂടുതൽ ഉപയുക്തമായ കാര്യങ്ങൾ സർക്കാരിൽ നിന്ന്, അത് പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥ വിഭാഗങ്ങളിൽ നിന്ന് കർഷകരും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള സമൃദ്ധമായിട്ടുള്ളൊരു കൂട്ടായ്മ, ആ കൂട്ടായ്മയിലൂടെ കർഷകർക്ക് കിട്ടുന്ന വലിയ വലിയ സേവനങ്ങൾ, അതിൽ ഞാൻ വെള്ളാനിക്കര ഹോർട്ടിക്കൾച്ചറിനോട് പ്രത്യേകം നന്ദി പറയുകയാണ്. ഇവിടെ ഈ കൃഷി രീതികളൊക്കെ പാടശേഖരങ്ങൾ സന്ദർശിക്കുക, കൃഷിയിടങ്ങൾ സന്ദർശിക്കുക, ഇതൊക്കെ ഉദ്യോഗസ്ഥ പക്ഷത്തു നിന്നും വരുന്നുണ്ട്. അങ്ങനെ കൃഷിയിടങ്ങൾ സന്ദർശിച്ചുകൊണ്ട് ആ കാലാവസ്ഥ വ്യതിയാനങ്ങളെല്ലാം കർഷകരിലേക്ക് എത്തിക്കാനും അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ച് കർഷകരോട് ഒരു ഉപഭോക്തമായിട്ടുള്ള രീതിയിൽ അവരെത്തിക്കാനും കഴിയുക എന്നുള്ളത് വളരെ ഗുണകരമായ കാര്യങ്ങൾ തന്നെയാണ്. ഈ രോഗങ്ങളൊക്കെ തന്നെ കീടങ്ങളും കൃഷിയെ ഒരുപാട് നശിപ്പിച്ച കാലഘട്ടത്തിൽ നിന്നും ഇപ്പോൾ സമ്പൂർണ്ണമായ ഒരു നല്ല കൃഷിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇവിടെ വളരെ ശുഭകരമായ ഒരു കാര്യം തന്നെയാണ്. കർഷകരെ കൂടുതൽ കൃഷിയിലേക്ക് ഉൾപ്പെടുത്തുക. ഇവിടെ പ്രധാനമായിട്ടും ഞങ്ങളുടെ പാടശേഖരത്ത് തരിശുഭൂമികളൊന്നും കെടുക്കുന്നില്ല എന്നുള്ളത് ഞാൻ ഈ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അതേപോലെ തന്നെ ഇടവിളകളായാലും അതിശക്തമായ മഴ കൂടിക്കഴിഞ്ഞാൽ മണ്ണിൻ്റെ അടിയിൽ ഈർപ്പം നിന്നുകൊണ്ട് ഒക്കെ ചീഞ്ഞ് നശിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് നല്ലൊരു രീതിയിലേക്ക് എത്തിക്കുക. ഇവിടെ ഇപ്പോൾ പച്ചക്കറി ആയാലും അതേപോലെ തന്നെ മഞ്ഞൾ, ഇഞ്ചി എന്നിവയായാലും മൃഗങ്ങളായാലും ഒരുപാട് നല്ല കർഷകർ സംയുക്തമായ രീതിയിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവർക്കൊക്കെ ഈ കൃഷി കൊണ്ട് ജീവിച്ചിരുന്ന കുടുംബങ്ങൾക്കൊക്കെ തന്നെ വളരെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഗവൺമെൻറ്റിൽ നിന്നായാലും ഉദ്യോഗസ്ഥന്മാരിൽ നിന്നായാലും തന്നെ ഉണ്ടാകുന്ന ആ സഹായങ്ങളൊക്കെ ഇവിടെ ഞാൻ വലിയ രീതിയിൽ വിലയിരുത്തുകയാണ്. കർഷകരെ കൂടുതൽ ഇതിൽ ആഡ് ചെയ്യണം. തുടർന്നുള്ള നിങ്ങളുടെ നല്ല സേവനങ്ങൾ വീണ്ടും കർഷകരിലേക്ക് എത്തിക്കണം. അവർക്ക് നല്ല ഉപഭോക്തൃമായിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കണം. അവരെ നല്ല രീതിയിൽ ഈ കൃഷിയിൽ നിന്നും പിന്തിരിയാത്ത രീതിയിൽ അവരെ കൃഷിയിലേക്ക് തന്നെ വീണ്ടും അവരുടെ മനസ്സിനെ, ആ നല്ല കർഷകൻ്റെ മനസ്സിനെ ആ മണ്ണിലേക്ക് തന്നെ വീണ്ടും എത്തിക്കാനുള്ള ആ ഒരു നല്ല സവിശേഷത കൂടി നിങ്ങൾ കൈക്കൊള്ളേണ്ടതുണ്ട്. ഞങ്ങൾക്കിപ്പോൾ എനിക്ക് ഈ കിട്ടുന്ന വാർത്താ ബുള്ളറ്റിൻ എൻ്റെ പാടശേഖരത്തിൽ എല്ലാ കർഷകരെയും ഞാൻ വിളിച്ചറിയിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് അവർക്കൊക്കെ ഉപയുക്തമാണ്. ഈ വാർത്താ ബുള്ളറ്റിൻ ഞങ്ങളുടെ കൃഷിഭവനിൽ തന്നെ ഒരു വാർത്താ ബുള്ളറ്റിൻ തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ അതിൽ നോക്കി കാലാവസ്ഥ വ്യതിയാനങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കാറുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇൻഷുറൻസ് പദ്ധതി തുക, സബ്സിഡി എല്ലാം കർഷകരിലേക്ക് എത്തുന്നത് പലവട്ടം ഞങ്ങളുടെ കൃഷിഭവനിലുള്ള കാലാവസ്ഥ ബുള്ളറ്റിനുകളൊക്കെ പരിശോധിച്ച് ആണ് ഈ കർഷകർക്ക് ഈ സഹായം എത്തിച്ച് എന്നുള്ളതൊരു സന്തോഷ വാർത്ത കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അന്ന് ഈ ഹോർട്ടിക്കൾച്ചറിൽ നിന്നും ഈ വാർത്താ ബുള്ളറ്റിൻ അവിടെ സ്ഥാപിക്കാൻ വേണ്ടി ഞാൻ കൂടുതൽ റിക്വസ്റ്റ് ചെയ്യുകയും അവിടുത്തെ ഉദ്യോഗസ്ഥർ നമ്മളോട് സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്.
ഇപ്പോൾ വാർത്താ ബുള്ളറ്റിനെല്ലാം മൊബൈലിലൂടെ എത്തിക്കുക, അത് ആ വാർത്ത നമുക്ക് കിട്ടുക. പണ്ട് പേപ്പറൊക്കെ നോക്കണമായിരുന്നു. ഇപ്പോൾ പേപ്പർ നോക്കിയാൽ മുഴുവൻ കാര്യങ്ങളും നമുക്ക് കിട്ടില്ല. അതിശക്തമായ മഴയുണ്ട്, 5 ദിവസം ഈ മഴയുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ വരുന്ന ന്യൂനമർദ്ദങ്ങളും അതേപോലെ തന്നെ കാറ്റിൻ്റെ വേഗതയും ഈ വരുന്ന കീടങ്ങളെക്കുറിച്ചുള്ള ആ അറിയിപ്പുകളെല്ലാം തന്നെ കൃഷിരംഗത്തെ ആ കൃഷിയെ കൂടുതലായിട്ട് സഹായിക്കാൻ, അതിനെ സംരക്ഷിക്കാൻ ഒക്കെ നമുക്ക് സാധിക്കുന്നു എന്നുള്ള വസ്തുത ഞാനിവിടെ എടുത്തു പറയുന്നു. ഇത് എല്ലാ കർഷകരിലേക്കും എത്തിക്കട്ടെ, എല്ലാം നല്ല രീതിയിൽ കാർഷിക രംഗം മുന്നോട്ട് പോകട്ടെ എന്നുകൂടി ഞാനിവിടെ അഭിപ്രായപ്പെടുകയാണ്. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ, എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.